ഗുഡ് മോർണിംഗ്. നേരത്തെ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ. അപ്പോൾ ഫങ്ഷൻ പറയുന്നതിന് മുന്നേ നമ്മൾ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫങ്ഷനിലേക്ക് വന്നു. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനാണ്. അതിൽ ഓർഡേഡ് പെയേഴ്സിൽ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ആ സെറ്റിൽ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷനാണെന്ന് പറയുമ്പോൾ അതിലത്തെ എലമെൻസുകൾ ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. ആ ഓർഡേഡ് പെയേഴ്സുകളിൽ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് രണ്ടാമത്തെ എലമെൻറ്റിനെ നമ്മൾ ഫസ്റ്റിൻ്റെ ഇമേജ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റിൻ്റെന് ഒരു യുണീക്ക് ഇമേജാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യുണീക്ക് ഇമേജ് എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻസിനും ഇമേജ് വേണം. അത് യുണീക്ക് ആവുകയും വേണം. ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഇമേജ് ഇല്ലെങ്കിൽ അത് ഫങ്ഷൻ ആയിരിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഓരോ പ്രോബ്ലം എടുക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബോയിലിംഗ് പോയിന്റ്. അതെന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്, എത്ര ഹൈറ്റിലാണ്, സീ ലെവലിന് എത്ര ഹൈറ്റിലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കി നോക്കൂ, അവിടെ ഒരു ഫങ്ഷൻ കാണുന്നുണ്ടോ നോക്കി നോക്കൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ ഹൈറ്റും എടുക്കുന്നു. ഓരോ ഹൈറ്റും എടുക്കുന്നു. അപ്പോൾ ആ ഹൈറ്റിൽ എത്രയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോയിലിംഗ് പോയിന്റ് കിട്ടുന്നു. അതായത് 5000 മീറ്റർ എബോവ് ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 95 ഡിഗ്രി ആയിരിക്കും. സീ ലെവലിൽ, അതായത് സീറോ ഹൈറ്റിലാണെങ്കിൽ അവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓരോ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അത് യുണീക്ക് വാല്യൂ ആണ്. എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടും വാല്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഫങ്ഷനാണ്. ആ ഫങ്ഷനിൽ നമ്മൾ പറയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് നമ്മൾ സാധാരണ എക്സ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, ഇവിടെ വരുന്നത് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വരുന്നത് എത്രയാണ് ഹൈറ്റ്, സീ ലെവലിന് എത്രയാണ് ഹൈറ്റ്, അത് എക്സ് ആയിട്ട് എടുക്കുന്നു. പിന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെ നമ്മൾ വൈ ആയിട്ടും എടുക്കുന്നു. ആ വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയൻ്റെ ആയിരുന്നു. എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ റേഡിയസ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എ കിട്ടുന്നു. അപ്പോൾ നമുക്ക് പറയാം ആർ ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എ ഈസ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന്. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ഇത് നമ്മളെ ഫോർമുലയാണ്. ഇതിന് ഞാൻ ഒരു ഫങ്ഷൻ ആകുമ്പോൾ അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ആ ഫങ്ഷന് എ എന്നുള്ള പേര് കൊടുക്കുന്നു. എ എന്നുള്ള പേര് കൊടുത്താൽ ആർ റേഡിയസ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എഴുതും എ ഓഫ് ആർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇനി 2 റേഡിയസ് ആണെങ്കിൽ എ ഓഫ് 2 ഈക്വൽ ടു ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കുന്നു. അപ്പോൾ പൈ ഇൻറ്റു 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 പൈ. ഇങ്ങനെ വരും. ഇതുപോലെ എ ഓഫ് എന്ത് വേണമെങ്കിലും കാണാം. എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ 5 സ്ക്വയർ, ദാറ്റ് ഈസ് 25 പൈ. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒരു ആർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എ ഓഫ് ആർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ് നമുക്ക് കിട്ടും. അതായത് ഒരു ആർ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫങ്ഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു റൂളുണ്ട്. ആ റൂളാണ് എ ഓഫ് ആർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ റൂളാണ്. എപ്പോഴും അങ്ങനെ ഒരു ഡിഫൈൻ ചെയ്ത റൂൾ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാത്സിലാണെങ്കിൽ നമുക്ക് റൂള് പറയാൻ പറ്റിയെന്ന് വരും. പക്ഷേ എല്ലാ കേസിലും ആ റൂള് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില പ്രോബ്ലത്തിലൊക്കെ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് എക്സ് നമ്മളെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഫങ്ഷൻ്റെ പേര് എഫ്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ വൈ എന്ന് നമ്മൾ വിളിക്കും. ഈ വൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും.
ഇനി ഇവിടെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഫങ്ഷനെ വിളിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിഫൈനിങ് റൂള്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർ അല്ലെങ്കിൽ ഈ എക്സിന് കൊടുക്കുന്ന വാല്യൂസുകളുടെയൊക്കെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡൊമെയിൻ. ഈ പ്രോബ്ലത്തിലാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ് ഫോർ ദി റേഡിയസ് ഈസ് കോൾഡ് ഡൊമെയിൻ ഓഫ് ദി ഫംഗ്ഷൻ. നമ്മൾ എന്തൊക്കെ വാല്യൂസ് ഈ ഫംഗ്ഷന് കൊടുക്കുന്നുണ്ടോ അതെല്ലാം കൂടി ചേർന്ന കളക്ഷനാണ് ഡൊമെയിൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആർ ആണ് എല്ലാ റേഡിയസുകളും ഏതൊക്കെ റേഡിയസ് വാല്യൂസ് കൊടുക്കുന്നുണ്ട് ആ റേഡിയസ് വാല്യൂസൊക്കെ കൂടി ചേർന്ന സെറ്റായിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം, റേഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. 0 വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഏതും വരാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി, അതായത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആ സെറ്റായിരിക്കും നമ്മളെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ സെറ്റിൽ നിന്ന് ഏത് റേഡിയസ് എടുത്താലും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഏരിയ കിട്ടും. ഇനി നമുക്ക് ഈ ഫങ്ഷനെ നമുക്കൊരു മെഷീനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഫങ്ഷനെ എങ്ങനെയാണ് മെഷീനായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക, ഒരു മെഷീനാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടത്തേക്ക് ഈ മെഷീനിലേക്ക് ഇൻപുട്ട് എക്സ് കൊടുക്കുന്നു. എക്സ് ഡൊമെയിനിലുള്ള വാല്യൂസാണ് ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഇത് എഫ് എന്ന് പറയുന്ന റൂള്, ഈ റൂളിൽ ഈ എക്സ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ആ എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ് റേഞ്ച്. മനസ്സിലായോ? ഇതിനെയാണ് മെഷീൻ ഡയഗ്രാം ഫോർ എ ഫങ്ഷൻ എന്ന് പറയുക. നമ്മൾ മെഷീനിലേക്ക്, മെഷീൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന റൂളാണ്, അതിലേക്ക് ഞാൻ എക്സ് ഇട്ട് കൊടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ആ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ എഫ് എന്ന് പറയുന്ന റൂളിൽ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് പുറത്തേക്ക് വരുന്നു. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. അത് നമ്മളെ റേഞ്ച് ആയിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഡൊമെയിൻ ആണെങ്കിൽ, ഇത് റേഞ്ചും ആണെങ്കിൽ എങ്ങനെ പറയാം, ഡിന്ന് ആറിലേക്കുള്ള ഒരു ഫങ്ഷൻ എന്താ ചെയ്യുക, ഇവിടുത്തെ ഡൊമെയിനിലുള്ള ഒരു പോയിന്റ് എടുത്താൽ അതിൽ നിന്ന് യുണീക്കായിട്ടൊരു പോയിന്റിലേക്ക് മാപ്പ് ചെയ്യും. അതാണ് ഇവിടെ ആരോ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് ഫങ്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടുപിടിച്ച ആളെപ്പറ്റി, ഈ ഫങ്ഷൻ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിച്ച ആളെ, അദ്ദേഹമാണ് ലിയനാർഡ് ഓയിലർ. അദ്ദേഹം 1707 മുതൽ 1783 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കുറേ അദ്ദേഹം ടോപ്പോളജി എന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്നാലും പറയുകയാണ്, ടോപ്പോളജിയിലും പിന്നെ ഗ്രാഫ് തിയറിയിലും ഒക്കെ കാര്യമായിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എന്താ പറയുക, ഗ്രാഫ് തിയറിയിലുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഏതായിരുന്നു, കോണിക്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഒരു 7 ബ്രിഡ്ജസിൻ്റെ കഥയാണ്. ആ കഥ ഞാൻ ജസ്റ്റ് പറയാം. ഒരു പ്രിഗൽ റിവർ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ലാൻഡ് ഉണ്ട്, ഐലൻഡ് ഉണ്ട്, എയും ബിയും. ഇവിടെ ഒരു ഇതിൻ്റെ കരയിൽ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, ഐലൻഡല്ല ഒരു കരഭാഗമുണ്ട്, ഇവിടെ വേറൊരു കരഭാഗമുണ്ട്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഇവിടെ ഒരു ബ്രിഡ്ജ്, ഇവിടെ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ഇത്രയും 1 2 3 4 5, ഇവിടെ 2 ബ്രിഡ്ജ്, ഇവിടെ ബ്രിഡ്ജ്. അങ്ങനെ മൊത്തം 7 ബ്രിഡ്ജ് ഉണ്ട്. ഇവർ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ
പാത്തിൽ കൂടി എല്ലാ ബ്രിഡ്ജിൽ കൂടെയും എക്സാക്ട്ലി വൺസ് കവർ ചെയ്തിട്ട് തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്താൻ പറ്റുമോയെന്ന്. അപ്പോൾ അങ്ങനൊരു ചോദ്യം കുറേ കാലം ആൾക്കാർ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അവസാനം ഓയിലറാണ് അത് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവസാനം കണ്ടുപിടിച്ചു അങ്ങനെ പോകാൻ പറ്റില്ല, എല്ലാ ബ്രിഡ്ജിൽ കൂടി എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. അതെങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചാൽ ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ വരച്ചു, ഇതിനെ മാത്തമാറ്റിക്കൽ ടേംസിലേക്ക് മാറ്റി. അപ്പോൾ ഇവർക്കൊരു ഗ്രാഫ് കിട്ടി. ഇങ്ങനെയാണ് ആ ഗ്രാഫ്, ഇതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടുന്ന് ഇതും കൂടി കവർ ചെയ്യാണ്ടായിരുന്നു, പക്ഷെ അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തിരിച്ചെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രോബ്ലമൊക്കെ കണ്ടുപിടിച്ചത് ഓയിലറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹം മാത്തമാറ്റീഷ്യൻ മാത്രമല്ല അസ്ട്രോണമർ ആയിരുന്നു, ഫിസിസിസ്റ്റ് ആയിരുന്നു, ബോട്ടണിസ്റ്റ് ആയിരുന്നു, കെമിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല ഓറിയൻ്റൽ ലാംഗ്വേജിലും എക്സ്പേർട്ട് ഉള്ള ആളായിരുന്നു. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം മാത്സിലുള്ള ഒരാൾക്ക് ഓറിയൻ്റൽ ലാംഗ്വേജിനോടൊന്നും സാധാരണ താല്പര്യം കാണത്തില്ല, പക്ഷേ ഇദ്ദേഹം അവിടെയും പുതിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഡൊമൈൻ എന്താണെന്ന് കിട്ടിയില്ലേ? ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡൊമൈനിനെ ഡിനോട്ട് ചെയ്യുക ഡി ഓഫ് എഫ് എന്നാണ്, എഫിൻ്റെ ഡൊമൈൻ എന്നുള്ള അർത്ഥത്തിൽ. ഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റുകളുടെ ആവശ്യമുണ്ട്. എവിടെയാണ് സെറ്റുകൾ വരുന്നത്? ഒരു ഫങ്ഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ സെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സെറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് സെറ്റിൽ എപ്പോഴും നമ്പേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. സെറ്റ് എന്ത് വേണമെങ്കിലും ആകാം. സ്റ്റുഡൻസിൻ്റെ കളക്ഷൻ ഒരു സെറ്റാണ്, ഒരു അങ്ങനത്തെ എന്ത് റിയൽ ലൈഫിൽ കാണുന്ന എന്ത് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും, എന്ത് ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ അത് സെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ നിങ്ങളെ കോഴ്സിൽ പഠിക്കുന്നത് മുഴുവൻ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റുകൾ മാത്രമാണ്. അങ്ങനത്തെ മാത്രമേ നിങ്ങളിവിടെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡൊമൈനും റേഞ്ചും സെറ്റാണ്. ഡൊമൈനും റേഞ്ചും സെറ്റാണെന്ന് പറയുന്ന സമയത്ത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റൂളായിരിക്കും. y = എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റൂളായിരിക്കും. ഈ റൂളിൽ നമ്മൾ എന്തൊക്കെ വാല്യൂസ് എക്സിന് കൊടുക്കാം, അതായത് എക്സിന് കൊടുത്താൽ ഈ റൂളിൽ വെച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു y വാല്യൂ കിട്ടും. അങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഇപ്പം πr², a of r = πr², ഈ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആറിന് എന്തൊക്കെ വാല്യൂസ് കൊടുത്താൽ നമുക്ക് πr² കാൽക്കുലേറ്റ് ചെയ്യാം. ആ ആറുകളുടെ കളക്ഷനാണ് ഡൊമൈൻ. അപ്പം നമുക്കറിയാം റേഡിയസ് എടുക്കുമ്പോൾ റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ ആറിലുള്ള നെഗറ്റീവ് നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പം ബാക്കിയുള്ള സീറോയും നോൺ നെഗറ്റീവ് നമ്പേഴ്സ്, സീറോയും പോസിറ്റീവും ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് πr² കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡൊമൈൻ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി, ഇതായിരിക്കും. അതായത് നോൺ നെഗറ്റീവ് നമ്പേഴ്സ്, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, അതായിരിക്കും നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്താണെന്ന് കിട്ടി. ഇനി കോഡൊമൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എവിടുന്ന് എങ്ങോട്ടാണോ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എ ഡൊമൈനും ആയിരിക്കും, ബി കോഡൊമൈനും ആയിരിക്കും. കോഡൊമൈനും ആയിരിക്കും. ഇനി ഈ ബിയിലുള്ള എല്ലാ എലമെൻസിലേക്കും എയിലുള്ള പോയിൻറ്റ്സ് മാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എയിലുള്ള ആറുകൾക്ക്
നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് പൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയുള്ള വാല്യൂകളുടെയൊക്കെ കളക്ഷനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലുള്ള വാല്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻ റൂളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിൻ്റെ കളക്ഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഡൊമെയിൻ കാണാൻ ചോദിക്കും, റേഞ്ച് കാണാൻ ചോദിക്കും. അപ്പം ഇവിടെ നിങ്ങളെ ടെക്സ്റ്റിൽ പഠിക്കുന്നത് സെറ്റ് ഓഫ് ഡൊമെയിനും റേഞ്ചും എപ്പോഴും റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അത് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ.